നിർത്താം. 3 പേര് കഴിഞ്ഞു. ഓക്കെ, അവസാനം ടർബോന്റെ ലുക്കിലാണുള്ളത്. ഇപ്പോ ടർബോ മമ്മൂട്ടി കമ്പനി തന്നെ ഏറ്റവും കൊമേഴ്ഷ്യൽ ആയ ഇഡിയോഡിറ്റി മമ്മൂക്ക സിനിമയായിരിക്കും. ഏതാ വേണ്ടത്? ഇഡിയോഡിറ്റി. അതല്ല. താങ്ക് യു. പോസ്റ്റർ വരുന്നുണ്ട്, അത് ജനുവരി 11 വരും. ടർബോ ഒരു ആക്ഷൻ കോമഡിയാണ്. മമ്മൂക്ക അറിയാലോ, മമ്മൂക്കയാണ്, വൈശാഖേട്ടൻ്റെ പടമാണ്. പിന്നെ ഒരുപാട് രസമുള്ള ഇൻട്രസ്റ്റിംഗ് കാസ്റ്റ് അതിനകത്ത് കാണാം. പിന്നെ ബാക്കി പറഞ്ഞ പോലെ ട്രെയിലറും അപ്ഡേറ്റ്സും ഒക്കെ വരട്ടെ, അത് പോകെ പറയാം. ഭീഷ്മയിലായാലും ശരി, റോഷാക്കിലായാലും അങ്ങനെ അഭിനയത്തിന് വേറെ തലങ്ങൾ കൊണ്ടുവന്ന ഒരു ആക്ടറാണ് മമ്മൂക്ക. കാരണം നമ്മൾ അത്രയും ഒരു ക്യാരക്ടറിന് അങ്ങനെ എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ആക്ടറാണ്. അപ്പം ടർബോയിൽ എങ്ങനെയായിരിക്കും ഞങ്ങൾ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്തൊരു വേറെ ലെവലിൽ മമ്മൂക്കയെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? അത് വൈശാഖേട്ടൻ്റെ ഒരു ഇപ്പം ഞാൻ ഡയറക്ടർ ആയിരുന്നെങ്കിൽ ഞാൻ അതിന് മറുപടി പറഞ്ഞേനെ. അപ്പോൾ റൈറ്റർ ആയതുകൊണ്ട് വൈശാഖേട്ടൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെ കൺസീവ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്താണെങ്കിലും ഡോണർ ഒരു ആക്ഷൻ കോമഡിയാണ്. ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ പഴയ നമ്മുടെ ഗുഡ് ഓൾഡ് ആക്ഷൻ കോമഡി ഫോർമാറ്റിൽ പോകുന്ന ഒരു സിനിമയാണത്. ഇതെങ്ങനെയാണ് എല്ലാവരും എന്നോട് ഇത് ചോദിക്കുന്നത്? അത് എവിടെ വന്നു? അത് ആര് പറഞ്ഞു? പുള്ളി പറഞ്ഞിട്ടുണ്ട്, അത് പുള്ളി തമാശയ്ക്ക് പറഞ്ഞതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിരന്തരം എഴുതുന്നതുകൊണ്ട് പുള്ളി പറഞ്ഞതാണ്. ഒരു നടനെ നോക്കിയിട്ടാണോ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത്?